സോ ഗൈസ് ഫൈനലി 18-ാം തീയതി ബബ്ബബ് റിലീസ് ആവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് പടം ഒന്ന് ഫൈനലി റിലീസ് ആവാൻ വേണ്ടി വരുന്നത്. ആദ്യം റിലീസ് ഡേറ്റ് മാറ്റുമെന്ന് പറഞ്ഞു, അങ്ങനെ കുറെ പ്രശ്നങ്ങളല്ലാതെ കേസ് പരിപാടി എല്ലാം കാരണം ഒത്തിരി പ്രശ്നങ്ങൾക്ക് ശേഷമാണ് പടം ഒന്ന് റിലീസ് ആവുന്നത്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ പടങ്ങളിൽ എമ്പുരാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന പടമാണ് ബബ്ബബ. സത്യം പറഞ്ഞ ഈ ഒരു ഹൈപ്പ് പടത്തിന് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അത് കൂടാതെ കുറെ ആൾക്കാരൊക്കെ ലാലേട്ടൻ ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കാവും. സോ ഗൈസ് എല്ലാവർക്കും അറിയുന്ന പോലെ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ട്. നല്ല ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ എമ്പുരാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഹൈപ്പിൽ വരുന്ന മലയാള സിനിമയാണ് 2025 വരുന്ന. ഇത്രയും വലിയ ഹൈപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഹൈപ്പ് പടത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നൊരു ചിന്ത എനിക്ക് ഇല്ലാതില്ല. ഒരുപക്ഷെ പലർക്കും ഈ ഒരു സംഭവം തോന്നിക്കാണും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പൊ പലരും ചിന്തിക്കും പടത്തിന്റെ ഡയറക്ടർ റൈറ്റർ എല്ലാവരും പുതിയ ആൾക്കാരാണ്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന്. അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. ബട്ട് ഡയറക്ഷൻ വൈസ് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ട്രെയിലർ ആയിക്കോട്ടെ ടീസർ ആയിക്കോട്ടെ അതിനകത്തൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല മേക്കിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഡയറക്ഷൻ വൈസ് എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് എക്സിക്യൂഷനിൽ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയായിരിക്കും പടം മൊത്തത്തിൽ ഒരു ഓവർ ദ ടോപ്പ് ഐറ്റം തന്നെയാണ്. അതിപ്പിനി ഞാൻ വന്നിട്ട് ട്രെയിലറിൽ അത് കണ്ടു ഇത് കണ്ടു അതുകൊണ്ട് ഇത് അതാണ് മറ്റേതാണെന്നൊന്നും പറഞ്ഞ് ഡീകോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഓൾറെഡി പടത്തിന്റെ ആൾക്കാർ തന്നെ കൺഫേം ചെയ്തതാണ് പടത്തിലെ നോ ലോജിക് ഒള്ളി മാഡ്നസ് ആണെന്ന്. ഇപ്പൊ അവർ പടം പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ശരിയാണ്, അവർ പടം പ്രൊമോട്ട് ചെയ്യുന്നത് ലോജിക്ക് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ലോജിക്ക് ഇല്ലെന്ന് പറഞ്ഞാലും ലോജിക്ക് ഇല്ലാത്ത സീൻസിൽ വരെ ലോജിക്ക് കണ്ടുപിടിക്കുന്ന ടീംസ് ആണ്. പിന്നെ നമ്മൾ സോ കോൾഡ് ബെസ്റ്റ് ഓഡിയൻസ് ആണല്ലോ. ഓവർ ദ ടോപ്പ് ആക്ഷൻ ആയിക്കോട്ടെ ഓവർ ദ ടോപ്പ് എന്ത് ഐറ്റം ആയിക്കോട്ടെ എന്ത് കണ്ടാലും ലോജിക്ക് ഇല്ലെന്ന് പറഞ്ഞാലും അതിനകത്തെ ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കും. അത് നമ്മൾ കുറെ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഓഡിയൻസിന് ഓവർ ദ ടോപ്പ് ഐറ്റംസിനോട് അത്രയ്ക്ക് വലിയ താല്പര്യവും ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്ന ഒരു ഓവർ ദ ടോപ്പ് പടം ഹിറ്റ് അടിച്ച് എനിക്ക് തോന്നുന്നു ആവേശമാണെന്ന്. അത് പിന്നെ ഫുള്ളി ഓവർ ദ ടോപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. ആ രംഗാണനും ടീംസൊക്കെ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓവർ ദ ടോപ്പ് സാധനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ എക്സിക്യൂഷൻ കറക്റ്റ് അല്ലെങ്കിൽ പടം കയ്യിൽ നിന്ന് പോകും. അതായത് ഇപ്പൊ ഓൾറെഡി പടം ഓവറാണ്, അത് കുറച്ചുകൂടി ഓവർ ആയി കഴിഞ്ഞാൽ ഓവറാക്കി ചളവാക്കും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പൈങ്കിളി എന്ന് പറയുന്ന പടം, ആ പടത്തിലെ ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാ ക്യാരക്ടറും ഓവറാണ്, മൊത്തത്തിൽ അഭിനയം ആയിക്കോട്ടെ എല്ലാ പരിപാടി ആയിക്കോട്ടെ എല്ലാം ഓവർ ദ ടോപ്പ് ആണ്. ബട്ട് നമ്മുടെ ഓഡിയൻസിൽ മെജോറിറ്റിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ റീസൺ ഇതാണ്, പടം കുറച്ചേറെ ഓവറാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഓവർ ദ ടോപ്പ് ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് ഒരു മീറ്റർ പിടിക്കണം, ആ മീറ്റർ കറക്റ്റ് ആയിട്ട് പിടിക്കണം, അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും, പ്രത്യേകിച്ച് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്. സോ ഡയറക്ഷൻ വൈസ് അത് മാത്രമേ ഒരു ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ആൻഡ് റൈറ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പടത്തിൽ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കിട്ടുമെന്ന്. അങ്ങനൊന്നും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു ആവറേജ് സ്ക്രിപ്റ്റിൽ വന്നിട്ട് പടം മൊത്തത്തിൽ മേക്കിങ്ങിലൊക്കെ പിടിച്ച് സെറ്റപ്പ് ആക്കി അവർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ഗോകുലം ഗോപാലനാണ്. പുള്ളി ഒന്നും കാണാതെ ഒരു പടത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ലെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ട്രെയിലറൊക്കെ കണ്ടിട്ട് പടം അത്യാവശ്യം നൈസ് ആയിരിക്കും തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും പടം തിയേറ്ററിൽ തന്നെ പോയി കാണും. എന്തായാലും എഫ്റ്റ് ലോക്ക് ആക്കിയിട്ടുണ്ട്. സോ ഇനി ലാലേട്ടൻ ക്രെഡിറ്റ് കൊണ്ടുപോവാണ് എന്ന് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. സോ മെയിൻലി ഈ ഒരു കാര്യം പറയുന്നത് ദിലീപേട്ടൻ ഫാൻസ് ആണ്. അവർ പറയുന്നത് വേറൊന്നുമല്ല, അതായത് ഇപ്പൊ കറന്റ് പടത്തിനൊരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഹൈപ്പ് വന്നേക്കുന്നതിന്റെ ക്രെഡിറ്റ് ഫുള്ള് ലാലേട്ടൻ തട്ടിയെടുത്തു, ലാലേട്ടനാണ് ക്രെഡിറ്റ് എല്ലാവരും കൊടുക്കുന്നത്, അതാണ് ഇതാണെന്നാണ്. സോ ഇതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ പടത്തിന് ഇപ്പോൾ ഉള്ള ഹൈപ്പിന് വലിയൊരു ഫാക്ടർ തന്നെയാണ് ലാലേട്ടൻ. അതായത് കറന്റ് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ പടത്തിന്റെ മെയിൻ ലീഡായിട്ടുള്ള ആളെക്കാൾ കൂടുതൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി ഇരിക്കുന്നത് ലാലേട്ടനെയാണ്. അത് മാത്രമല്ല പടത്തിന് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആൾക്കാരൊക്കെ പോസ്റ്ററിലും മറ്റു കാര്യങ്ങളിലെല്ലാം പടത്തിന്റെ ഒഫീഷ്യൽ ആൾക്കാർ തന്നെ ലാലേട്ടനെ കാണിക്കുന്നതും. ഓർക്കണം, ലാലേട്ടൻ എന്ന് പറയുന്ന പടത്തിലൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആളല്ല, ആൾ പടത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ വെച്ചിട്ട് പടത്തിന് ഇത്ര ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് പടത്തിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒറ്റ റീസണേ ഉള്ളൂ. ഗോപാലേട്ടൻ അറിയാം എന്താണ് മോഹൻലാൽ എന്നും മോഹൻലാലിന്റെ സ്റ്റാർഡം എന്താണെന്നും. കാരണം പുള്ളിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. കായംകുളം കൊച്ചുണ്ണി ആയിക്കോട്ടെ ജയിലർ ആയിക്കോട്ടെ ഇതിലൊക്കെ മോഹൻലാൽ ക്യാമിയോ വന്നപ്പോഴത്തേന് എന്താണ് സംഭവിച്ചെന്നുള്ളത് പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇത് യൂസ് ചെയ്യുന്നതും. സോ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ പടത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുകയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഉള്ളത് കൊണ്ടാണ് ഈ പടത്തിന് ഇത്രയും വലിയൊരു ഹൈപ്പിലേക്ക് പടം പോയത്. ബട്ട് അതുപോലെ തന്നെ പടത്തിന്റെ ഫുള്ള് ഹൈപ്പും ലാലേട്ടൻ കാരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അതിൽ ദിലീപേട്ടനും വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ രാമലീലയ്ക്ക് ശേഷം ഒരുപാട് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പും ആവറേജ് ഹിറ്റിനൊക്കെ ശേഷമാണ് പുള്ളിക്ക് ഇത്രയും വലിയൊരു ഹൈപ്പിൽ ഒരു പടം വരുന്നത്. അതൊരു വലിയ ഫാക്ടർ ആണ്. അതിലുപരി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നപ്പം ദിലീപിന് പോസിറ്റീവ് ആയിട്ടാണ് വിധി വന്നത്. അത് നല്ല രീതിക്ക് തന്നെ പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ദിലീപിന് പോസിറ്റീവ് ആയിട്ട് റിവ്യൂ വന്നപ്പോഴത്തേനും അത് പടത്തിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഐ മീൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ്ലി പോസിറ്റീവ് എന്നൊന്നും
പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് പോസിറ്റീവായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു ന്യൂസ് ആണ്. അതിന്റെ ഒരുപാട് നാളുകളായിട്ട് ദിലീപിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണുമല്ലോ. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 കൊല്ലത്തിന് മേളിലായാലും ഇത്ര വർഷമായിട്ടും ദിലീപല്ല ചെയ്തെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പടത്തിന് വേണ്ടി ഭയങ്കര രീതിക്ക് തന്നെ വെയിറ്റിംഗ് ആണ്. അത് നല്ല രീതിക്ക് തന്നെ പടത്തിന് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴത്തേക്കിന് കൂടുതൽ ആൾക്കാർ ഇങ്ങനൊരു സിനിമ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. മോർ ദാൻ ദാറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സിനിമ കാണരുത്, ബോയ്ക്കോട്ട് ബബ്ബ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത്. ഇത് പടത്തെ വലിയൊരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ പടത്തിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടി. മോർ ദാൻ ദാറ്റ് വലിയൊരു നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോ തൊട്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ആയിരുന്നു. അതായത് ദിലീപ് സിനിമകൾ കാണാതായി ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നുന്നത് മെയിൻലി അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഈ ബോയ്ക്കോട്ട് ബബ്ബ എന്നൊക്കെ പറയുന്നതും. ആൻഡ് ഇപ്പൊ പടം നല്ലതാണെങ്കിൽ ജെന്യുവൻ ആയിട്ട് പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വരുവാണെങ്കിൽ ആൾക്കാർ കയറി പടം കാണും. ചിലപ്പോൾ ഈ ബോയ്ക്കോട്ട് ബബ്ബ എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ കുറെ ആൾക്കാരൊക്കെ വരും പടം കാണാൻ. ആൻഡ് അതാണ് സത്യം. എനിക്ക് പറയാനുള്ളത് സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതിലൊരിക്കലും മറ്റൊരു നടന്റെയോ നടിയുടെയോ ആരോ ആയിക്കോട്ടെ ആർട്ടിസ്റ്റിന്റെ പേഴ്സണൽ ലൈഫും ആർട്ടും തമ്മിൽ ബന്ധപ്പെടുത്താതിരിക്കുക. ഐ മീൻ നമ്മൾ ആരും ഒരിക്കലും ഒരു സിനിമാ താരത്തെ ഒരു നടിയോ നടനെയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല. സിനിമയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സിനിമയിലൂടെയാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. പിന്നീടായിരിക്കും നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ അറിയുന്നത്. സോ ഒരിക്കലും ഒരു ആക്ടറുടെ പേഴ്സണൽ ലൈഫും സിനിമയും തമ്മിൽ കൂട്ടിക്കൊഴിക്കാതിരിക്കുക. ആൻഡ് കുറെ ആൾക്കാർ ദിലീപ് സിനിമ ആയതുകൊണ്ട് പടം കാണത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ ഉണ്ട്. ബട്ട് ഒരിക്കലും നിങ്ങളുടെ ഡിസിഷൻ മറ്റുള്ളവരുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് കാണണ്ട എന്ന് വെച്ചിട്ട് മറ്റുള്ളവരോട് കാണരുത് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടു. സോ വേണ്ടവർ കാണുക, വേണ്ടാത്തവർ കാണണ്ട, അത്രേ ഉള്ളൂ. ആരും നിർബന്ധിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ബബ്ബ എന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. കുറെ ആൾക്കാർ ദിലീപിന്റെ പഴയ സിനിമകൾ കാണത്തില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അതും റിയൽ ലൈഫും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതിപ്പോ ഇങ്ങനെ കാണണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ പബ്ലിക്കിലൊക്കെ വന്നിട്ട് ചില ആൾക്കാർ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബസ്സിൽ ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായി. ബസ്സിൽ പറക്കും തളി എങ്ങാണ്ട് കാണിച്ചപ്പോഴത്തേന് അതിനൊരു ചേച്ചി പ്രശ്നം ഉണ്ടാക്കി. ഈ ചേച്ചിക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ ആ ബസ്സിൽ എത്ര ആൾക്കാർ ഇരുന്ന് പടം കാണുന്നുണ്ടായിരുന്നു. അവര് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം കാണണ്ടെന്ന് പറയാനുള്ള അവകാശം ചേച്ചിക്കില്ല. ഇപ്പൊ ഈ പറയുന്ന ചേച്ചി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം ഈ കറന്റ് ഈ അവൾക്കൊപ്പം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭൂരിഭാഗം ആൾക്കാരും ഒക്കെ വലിയൊരു ശതമാനം ആൾക്കാരും വെറുതെ ഡബിൾ സ്റ്റാൻഡേർഡ് മാത്രമാണ്. അതായത് കുറച്ച് നാൾ മുമ്പായിരുന്നു വേടന്റെ ഇഷ്യൂ ഉണ്ടായത്. ആ സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്ത വലിയൊരു ഭൂരിഭാഗം ആൾക്കാരാണ് ഇന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ദിലീപിനെതിരെ സംസാരിക്കുന്നത്. അതിലൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ചേച്ചി. ഈ ചേച്ചി തന്നെ ഫേസ്ബുക്കിൽ വേടന് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇന്ന് പബ്ലിക്കിൽ വന്നിട്ട് ദിലീപിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. അൻകേസ് ഇപ്പൊ നമ്മുടെ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ദിലീപിനെ വെറുതെ വിട്ടത്. അതിനെക്കുറിച്ചാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. പക്ഷെ ഇനി ഭാവിയിൽ ദിലീപ് കുറ്റവാളി അല്ല എന്ന് കോടതിയിൽ തെളിഞ്ഞെന്ന് വെക്കുക. അങ്ങനെ വന്നാലും നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇപ്പൊ എന്താണോ ചിന്തിക്കുന്നത് അതിൽ നിന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ദിലീപിന്റെ ലൈഫ് ലോങ് ഈ ഒരു കുറ്റം ആളുടെ പേരിൽ തന്നെ കിടക്കും. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ വലിയൊരു ശതമാനം ആൾക്കാരുടെ കണ്ണിലും ദിലീപ് എന്നും കുറ്റവാളി തന്നെ ആയിരിക്കും. അതിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. സോ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. താല്പര്യമുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്ക്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. ഓരോ മൂവീസിന്റെ കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അപ്പൊ താല്പര്യമുള്ളവർ അവിടെ കൂടെ ജോയിൻ ചെയ്തേക്ക്. അപ്പൊ ശരി, ഓക്കെ, ബൈ, टाटा, गुड बाय, गया।